വചനമൊഴി നവംബർ 30. വചനഭാഗം റോമ 10:9-18, മത്തായിയുടെ സുവിശേഷം 4:18-22. ഈശോയുടെ ആദ്യ ശിഷ്യന്മാരിൽ ഒരുവനായ അന്ത്രയോസ് ശ്ലീഹായുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവത്തിന്റെ വിവരണമാണ്. യഹൂദ പശ്ചാത്തലത്തിൽ സാധാരണ ശിഷ്യന്മാർ റബിമാരെ തിരഞ്ഞെടുക്കുകയാണ് പതിവ്. റബിമാരുടെ കീഴിൽ പരിശീലനം നടത്തി തങ്ങൾക്കും റബിമാരായി മാറുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇവിടെ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് നാം കാണുന്നത്. ഈശോയുടെ ശിഷ്യത്വത്തിന്റെ ലക്ഷ്യം മനുഷ്യരെ പിടിക്കുന്നവരാക്കുക എന്നതാണ്. മനുഷ്യർക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കുക. ഈശോ അവരോട് പറഞ്ഞതും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന കാര്യമാണ്. അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവർ എല്ലാം ഉപേക്ഷിച്ച് മിശിഹായെ അനുഗമിച്ചു. ഈശോയെ അനുഗമിക്കുന്നതിന് ഒരു പരിത്യജിക്കൽ അനിവാര്യമാണ്. ഈ പരിത്യജിക്കൽ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് നൽകുക എന്നതാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷപ്പെടുമെന്നാണ് പൗലോസ് ശ്ലീഹ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുവനിൽ വിശ്വസിക്കണമെങ്കിൽ അവനെ പ്രഘോഷിക്കാൻ ആള് വേണം. കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രഘോഷിക്കുവാൻ ആളില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രഘോഷിക്കും? സുവിശേഷം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ, അപ്പസ്തോലന്മാരുടെ പിൻതലമുറക്കാരും മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ സുവിശേഷ ദൗത്യത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. സുവിശേഷം പ്രഘോഷിക്കുക ദൈവിക കൃപയുടെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ദൈവവചനത്തെ സ്വീകരിക്കുവാനും ജീവിതത്തിലൂടെ അത് പ്രഘോഷിക്കുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.